നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിൽ അത്രയധികം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം യോദ്ധാക്കളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചേകവന്മാർ. അതെ. ആരായിരുന്നു ഇവർ? എന്തായിരുന്നു ഇവരുടെ പ്രസക്തി? ചേകവന്മാർ പ്രധാനമായും മലബാറിലെ തീയർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിന്റെ ആയോധന കലയായ കളരിപ്പയറ്റിൽ അതിൽ അസാമാന്യ കഴിവ് നേടിയവരായിരുന്നു ഇവർ. ശരിക്കും ചേകവർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പോരാളി എന്നാണ്. ഒരു തൊഴിൽ എന്നതിനപ്പുറം ഓരോ തീയനും ജന്മനാ ഒരു ചേകവനായിരുന്നു എന്നാണ്. അതാണ് അതിൻ്റെ ഒരു തുടർച്ച ഇന്നും നമുക്ക് തെയ്യത്തിലൊക്കെ കാണാൻ പറ്റും. തെയ്യമനുഷ്ഠാനങ്ങളിൽ തീയരെ ഇപ്പോഴും ചേകവർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. വടക്കൻ പാട്ടുകളിൽ, അതായത് നമ്മുടെ പഴയ നാടൻ പാട്ടുകളിൽ പറയുന്നത് ഇവർ ഇളവർത്തനാട് എന്ന സ്ഥലത്തുനിന്നും വന്നവരാണെന്നാണ്. ചിലരുടനെ അതിനെ ശ്രീലങ്ക, അതായത് ഈളം, അതുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ നോക്കി. പക്ഷേ ഭാഷാപരമായിട്ടോ ചരിത്രപരമായിട്ടോ അതിന് വലിയ തെളിവുകളൊന്നുമില്ല എന്നാണ്. പുരാണങ്ങളിലൊക്കെ പറയുന്ന ഇളമർത്തം ഒരുപക്ഷെ മധ്യേഷ്യയിലെ ചില പ്രദേശങ്ങളാകാം. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ ഭാഗങ്ങളൊക്കെ. എൻ ശ്യാമളനെ പോലുള്ള ചരിത്രകാരന്മാർ ആ ഒരു ബന്ധം പറയുന്നുണ്ട്. അവിടെ നിന്നുള്ളവരുടെ ഒരു ആയോധന പാരമ്പര്യം ഇവിടെ കളരിയായിട്ട് വളർന്നതാകാമെന്നാണ് സൂചിപ്പിക്കുന്നത്. സംഘകാലത്ത് ചേര രാജാക്കന്മാരുടെ കീഴിൽ ഇവർ ഉണ്ടായിരുന്നതായിട്ടൊക്കെ സൂചനയുണ്ട്. പിന്നെ ഒരു 12ാം നൂറ്റാണ്ടിലെ പുത്തൂരം പാട്ടുകൾ, അത് പ്രധാനമായും പുത്തൂരം വീട്ടിലെ ചേകവന്മാരെക്കുറിച്ചാണ്. ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച. പിന്നീടൊരു 17ാം നൂറ്റാണ്ടിലെ തച്ചോളി പാട്ടുകളിൽ തച്ചോളി ഒതേനനെ പോലുള്ള നായർ വീരന്മാരും വരുന്നുണ്ട്. പിൽക്കാലത്ത് ആറാട്ടുപുഴ വേലായുധ ചേകവരെ പോലെ 1825-1874 വരെ സാമൂഹിക അനീതിക്കെതിരെ പോരാടിയവരുമുണ്ട്. ചേകവന്മാർ ഒരു സ്ഥിരം സൈന്യമായിരുന്നില്ല. അവർ പ്രതിഫലം വാങ്ങി യുദ്ധം ചെയ്യുന്ന ഒരുതരം പ്രൊഫഷണൽ പടയാളികളായിരുന്നു. ഇവരുടെ കഥകളൊക്കെ ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ടോ? തീർച്ചയായും. തെയ്യത്തിൽ ഇപ്പോഴും അവരുടെ കഥകളുണ്ട്. വടക്കൻ പാട്ടുകൾ തന്നെ വലിയൊരു സ്രോതസ്സാണ്. പിന്നെ കമലാദാസിനെ പോലുള്ളവർ ഉണ്ണിയാർച്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സിനിമകൾ, വടക്കൻ വീരഗാഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. MTയുടെ അതുപോലെ ഉണ്ണിയാർച്ച, വീരം എന്ന സിനിമയൊക്കെ. അതെ, അതെല്ലാം ഈ കഥകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവുമൊക്കെ ഭരണപരമായ എളുപ്പത്തിനു വേണ്ടിയിട്ടും പിന്നെ ജാതി സമവാക്യങ്ങൾ കാരണവും തീയറെ മറ്റു ചില പിന്നോക്ക ജാതികളുമായിട്ട് ഒരുമിച്ച് പരിഗണിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഈഴവരുമായി. അതിൻ്റെ ഭാഗമായിട്ട് ഈഴവരിലെ ഒരു വിഭാഗമായ ചോവന്മാർ, അവരിൽ ചിലർ ഈ ചേകവ പാരമ്പര്യം അവകാശപ്പെടാൻ തുടങ്ങി. നമ്മുടെ പ്രധാനപ്പെട്ട ആധികാരിക സ്രോതസ്സുകൾ, അതായത് വടക്കൻ പാട്ടുകൾ, തെയ്യം, കളരി പാരമ്പര്യം, ഇതൊന്നും ആ അവകാശവാദത്തെ ശരിവെക്കുന്നില്ല എന്നാണ്. ബ്രിട്ടീഷുകാർ കളരിപ്പയറ്റ് നിരോധിച്ചത് വലിയൊരടിയായി. പിന്നെ ചില നാടുവാഴികൾ തന്നെ ഇവരെ ചതിയിലൂടെയൊക്കെ ഇല്ലാതാക്കിയ കഥകളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ, ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ചേകവർ എന്ന തനിമയെ പതിയെ പതിയെ ഇല്ലാതാക്കിയെന്നും നിരീക്ഷിക്കുന്നുണ്ട്. ചേകവന്മാർ എന്നത് കേരളത്തിന്റെ, പ്രത്യേകിച്ച് മലബാറിന്റെ ചരിത്രത്തിൽ തീയർ സമുദായവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സവിശേഷ യോദ്ധാ പാരമ്പര്യമാണ്. അതെ, കേവലം പോരാളികൾ എന്നതിനപ്പുറം അംഗം പോലുള്ള പ്രത്യേക രീതികൾ, ഒരു സമുറായികളോട് സാമ്യമുള്ള ഒരു ധാർമ്മിക ചിട്ട, അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം. പല ചരിത്രപരമായ തെറ്റിദ്ധാരണകളും വെല്ലുവിളികളും അവർ നേരിട്ടു. പക്ഷെ അവരുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിട്ടില്ല. ഇല്ല. കളരിപ്പയറ്റിലൂടെ, തെയ്യത്തിലൂടെ, സിനിമകളിലൂടെ, സാഹിത്യത്തിലൂടെയൊക്കെ ആ ഓർമ്മകൾ ഇന്നും ജീവനോടെ ഉണ്ട്. ശരിയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. എന്താണത്? യുദ്ധം ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, ഒരു യോദ്ധാവിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിലൊരു അച്ചടക്കമുണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. അതിന് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? ചേകവന്മാരുടെ ആ ഒരു ജീവിത രീതിക്ക് ഇന്നത്തെ സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനം കൽപ്പിക്കാനുണ്ടോ?